ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന കർണാടക ഹൈക്കോടതി. ഇന്ത്യൻ ഭരണഘടനയുടെ ലക്ഷ്യവും അഭിലാഷങ്ങളും കൈവരിക്കാൻ ഏക സിവിൽ കോഡ് അനിവാര്യമാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. മരണശേഷം മുസ്ലിം സ്ത്രീയുടെ സ്വത്തുക്കളുടെ അവകാശവാദം സംബന്ധിച്ച കേസ് പരിഗണിക്കവെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് UCC നടപ്പിലാക്കണമെന്ന അഭ്യർത്ഥന കർണാടക ഹൈക്കോടതി മുന്നോട്ട് വെച്ചത്. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തണമെന്ന് കർണാടക ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് അഭ്യർത്ഥിച്ചു. ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പാക്കാൻ കഴിയുമെന്ന് ജസ്റ്റിസ് ഹഞ്ചാത്തെ സഞ്ജീവ് കുമാർ വ്യക്തമാക്കി. UCCയിലൂടെ ജാതിയും മതവും പരിഗണിക്കാതെ രാജ്യത്തെ എല്ലാ മതത്തിലും ഉൾപ്പെട്ട സ്ത്രീകൾക്കിടയിൽ സമത്വമെന്ന സ്വപ്നം സാക്ഷാത്കരിച്ച് വ്യക്തിഗത അന്തസ് ഉറപ്പാക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഏകീകൃത സിവിൽ കോഡിൽ പാർലമെന്റിൽ നടന്ന ചർച്ചകൾ ഉദ്ധരിച്ച കോടതി ചില അംഗങ്ങൾ ഇത് നടപ്പാക്കുന്നതിനെ അനുകൂലിച്ചപ്പോൾ മറ്റുള്ളവർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതായും, എന്നാൽ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറുടെ ഏറ്റവും മികച്ച പ്രസംഗത്തിൽ ഏകീകൃത സിവിൽ കോഡിന് അനുകൂലമായി അദ്ദേഹം വാദിച്ചിരുന്നതായും ജസ്റ്റിസ് സഞ്ജീവ് കുമാർ പറഞ്ഞു. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 44ന്റെ ലക്ഷ്യം കൈവരിക്കുന്നതിനായി ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ച നിയമനിർമ്മാണം നടത്തുന്നതിന് ഇന്ത്യൻ യൂണിയനും കർണാടക സംസ്ഥാനവും ശ്രമിക്കുമെന്ന പ്രതീക്ഷയോടെ വിധിന്യായത്തിന്റെ പകർപ്പ് കേന്ദ്ര സർക്കാരിന്റെയും കർണാടക സർക്കാരിന്റെയും നിയമ സെക്രട്ടറിമാർക്ക് അയക്കണമെന്ന രജിസ്ട്രാർ ജനറലിനോട് നിർദ്ദേശിച്ചു. ഭാര്യയുടെ സ്വത്തിൽ നിന്നും അവരുടെ സഹോദരങ്ങൾക്ക് ഒരു വിഹിതം അനുവദിച്ച ബംഗളൂരു കോടതിയുടെ ഉത്തരവിനെതിരെ 89 വയസ്സുള്ള ഭർത്താവ് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്നതിന്റെ ആവശ്യകത അടിവരയിട്ട് ഹൈക്കോടതി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് UCC നടപ്പാക്കണമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചത്. ജനം, ഡൽഹി.